പണ്ടൊക്കെ ഈ ഗോതമ്പ് ദോശയെന്ന് കേൾക്കുമ്പോഴേ ഒരുതരം വല്ലാത്ത വെറുപ്പായിരുന്നു ഞാന്. ഇപ്പൊ സ്ഥിരമായിട്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഈ ഐറ്റംസ് ഒക്കെ ചേർക്കുമ്പോ ഉണ്ടല്ലോ, ആ ഗോതമ്പ് ദോശയുടെ ആ ഒരു ടേസ്റ്റേ അറിയില്ല. പകരം വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പഴ് ഗോതമ്പ് മാവും, റവയും, ഒരു മുട്ടയും പൊട്ടിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് 1 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ആക്കി ഇതൊന്ന് റെസ്റ്റ് ആക്കാൻ വെക്കണം. ഒരു 10 മിനിറ്റ്. അതൊന്ന് റെസ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും ദാണ്ടെ നമുക്കിനി നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഇതുപോലെ ഒന്നങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഇനിയൊന്നുമില്ലടോ, നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ പാൻ ചൂടാകുമ്പോഴേക്കും മാവൊഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വലുതോ ചെറുതോ ആയ ദോശകൾ ചുട്ടെടുക്കാം കേട്ടോ. ചുറ്റിച്ചിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കൊരു ഭാഗം ഒന്ന് റെഡിയാകുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പൊളിയാണ്. അപ്പൊ എങ്ങനെ, ട്രൈ ആക്കല്ലേ?